തന്നെ മഴ. ഇപ്പം വർഷം മുഴുവൻ മഴയായിട്ടുള്ള അവസ്ഥയാണ്. ആ മഴയായാലും വെയിലായാലും നമ്മുടെ പണിക്കൊന്നും ഒരു കുറവില്ലല്ലോ. ഒരുത്തിക്ക് പാലും മുട്ടി, വേറൊരാൾക്ക് ഇഡ്ഡലി സാമ്പാർ, ഒരാളിപ്പോ ചായ എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കമില്ല. കുതിർന്നില്ലേ? നന്നായിട്ട് കുതിർന്നില്ലെങ്കിൽ പ്രോട്ടീൻ ആവൂലെന്ന് അവള് പറയുന്നു. ഇപ്പൊ കുറച്ചേരം കൂടെ കുതിച്ചിട്ട് അവിടെ കിടന്നു. അമ്മ ആ നേരത്തെ എണിച്ചാ? എന്ത് പറ്റി? അതെ അമ്മ, അയ്യോ ഞാൻ ഒരു സ്വപ്നം കണ്ടമ്മ. എന്ത് തടി? അമ്മ കുറെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണതും സ്പെഷ്യൽ എനിക്ക് ഉറക്കത്തിലും സ്വപ്നത്തിലൊക്കെ തിന്നുന്നതിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ രാവിലെ വന്ന ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പാലുണ്ടാക്കുന്നുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബദാം കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓഹോ, മുട്ട, പാല്, ബദാം, ഗുസ്തിക്കാരെ പുഷ്ടിപ്പെടുത്ത എന്താ ഒരു ഉത്സാഹം എല്ലാവർക്കും. എന്നാ ഇവിടെ ഒരു ഇളയ മോളുണ്ട്, ഒരു പരിഗണനയില്ല. പരിഗണന ഇല്ലല്ലേ? അല്ല എത്ര കോഴിമുട്ട ഉണ്ടടി? 1 2 3 4 5 5 നിന്റെ ചേച്ചിക്ക് എത്ര എണ്ണം വേണം? അപ്പൊ എനിക്ക് അങ്ങനെ അറിയാം. നിന്റെ ചേച്ചി എത്ര കോഴിമുട്ട കഴിക്കുന്നു അറിഞ്ഞൂടെ? ഇത്രയും കൂടെ താമസിക്കുന്നത് നിനക്ക് അറിഞ്ഞൂടി? എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം. എന്നിട്ട് ഞാൻ 5 എണ്ണം ഉണ്ടാക്കി. എന്തുകൊണ്ട്? എന്തിനമ്മ? എന്തിനല്ലേ? ദേഹം അനങ്ങാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വാ തുറക്കണ എന്റെ പാവപ്പെട്ട ഇളയ മോള് കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായാ? എന്നിട്ട് നീ കണക്ക് പറയണം അല്ലേടേ? അതെ അമ്മ, അത് ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എന്നെ പുച്ഛിക്കണേ എന്തിന്? പണം കിടത്തില്ല ഇങ്ങനെ. അയ്യോ അമ്മ, എന്നെ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കണല്ലോ അമ്മ. എന്ത്? മുട്ട മാത്രമല്ല, പിന്നെ പാലും ഞാൻ കുടിക്കാറുണ്ട്. ഞാൻ തരാറുണ്ടോ പാല്? അല്ലാതെ ഈ പാലെടുത്ത് കുടിക്കുവോ? കുടിക്കും. പക്ഷെ ഞാൻ ഇതൊരു അളവ് കുറയണ കണ്ടിട്ടില്ലല്ലോ. അത് നമ്മൾ ഈ വെള്ളം ചേർത്ത് വെക്കുമ്പോൾ അളവ് കുറയാറില്ല. എങ്ങനെ വെള്ളം ചേർത്ത് വെക്കാറുണ്ട്. ഇടി മഹാബലി, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ പാല് കാച്ചി തരൂലേ? നമ്മള് പാല് കാച്ചി തന്നാ ഈ കട്ടുന്നതിന് അത്ര സുഖം കിട്ടുമോ അമ്മ? കൊട്ടുന്നോടി. സോറി 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 സോറി, ഞാൻ രവിയേട്ടനെ എറിഞ്ഞതല്ല, കൊച്ചിനെ എറിഞ്ഞതാണ് കൊണ്ടത്. സോറിയേ. എനിക്കെന്നറിയുമോ? അതെ, അവളെ എറിഞ്ഞെങ്കിൽ അവൾക്ക് അത് കൊള്ളാതെ ഡൈവ് ചെയ്ത് ഓടാൻ അറിയാം. നിങ്ങൾക്ക് ആ ടെക്നിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് ഞാൻ തോന്നി ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണോ പിള്ളേരെ എറിയണ്ടേ? ചില സമയത്ത് നിന്റെ ഈ സംസാരം ഉണ്ടല്ലോ, ആ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ്. അതെ, എനിക്ക് ഇത്തിരി കുട്ടികളെ മനസ്സാണ്, അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അസൂയം വല്ലതും എടുത്ത് നിന്റെ തലയിൽ എറിയാൻ തോന്നും കേട്ടോ. തിരിച്ച് ഒന്നും കൂടെ എറിഞ്ഞു തരും. പിന്നെ എറിഞ്ഞു തരും കേട്ടോ. രാംകുമാർ സാർ വിളിക്കുന്നു. ഹലോ സാർ. ആ സാർ, ഇൻസ്പെക്ഷൻ കൂടെ കഴിഞ്ഞ എല്ലാം ഓക്കെ സാർ. ഓഡിറ്റിംഗ് എല്ലാം ഞാൻ വീട്ടിലാണ് സാർ. പണിയുണ്ട്, പിള്ളേരും എല്ലാവരും ഉണ്ട്. ഇങ്ങോട്ടോ? അയ്യോ സാർ, അയ്യോ വളരെ സന്തോഷം. എപ്പോഴാണ് സാർ? ഓ സാർ, ഞാനേ വാട്സപ്പിൽ സാറിന് ലൊക്കേഷൻ അയച്ചു തരാം. ഓ വളരെ സന്തോഷം സാർ. ശരി സാർ. അയ്യോ അയ്യോ, ഓക്കെ ഓക്കെ. മണി, ഡൽഹി ചോറും കൂട്ടാനൊന്നും ആയില്ലേ മണി? രാവിലെ ആയിരിക്കും ചോറും കൂട്ടാനും വെക്കും, അത് ഉച്ചക്കല്ലേ ആവശ്യമുള്ളൂ. ഉച്ചക്ക് നീ പെട്ടെന്ന് ആക്കാൻ നോക്ക്. അത് ഉച്ചയാകുമ്പോ ഉണ്ടായിക്കോളും. നിങ്ങൾക്ക് എത്ര വെപ്രാളം എന്തോന്ന്? രാംകുമാർ സാർ വരുന്നു. എങ്ങോട്ട്? ഇങ്ങോട്ട് വരുന്നെന്ന്. ഇങ്ങോട്ടാ? സാറിന് എന്തോ എന്റെ അത്യാവശ്യം പറയാനുണ്ട്. അപ്പൊ സാറ് വരുന്നെന്ന്. അപ്പം ഉച്ചയാവും സാർ എത്തുമ്പോ. ആഹാരം കൊടുക്കണ്ടേ? അയ്യോ, ചോറ് കഴിക്കാനാ? ഒന്നും ഇരിപ്പില്ല, സ്പെഷ്യൽ ഒന്നുമില്ല. പെട്ടി നോക്കണ്ട, അതിനകത്ത് കുറെ അളിഞ്ഞ പച്ചക്കറി മാത്രമേ ഉള്ളൂ. സാർ ഇപ്പഴാ വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരുന്നു. മണി, ഞാൻ ഒരു കാര്യം ചെയ്തോ, പോയിട്ട് ചിക്കനോ മീനോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ. ശരി, അത് നല്ല കാര്യം. കുറച്ച് പച്ചക്കറിയും കൂടെ മേടിക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം മേടിച്ചോണ്ട്, തക്കാളി വേണം, ഐസ്ക്രീം വേണം. ഡെസേർട്ട് ആയിട്ട് കൊടുക്കാലോ. ഓക്കെ, അത് ചെയ്യാം. പിന്നെ മണി, വേറെ കാര്യം വെച്ചാലേ ഇവിടെ എല്ലാം നീറ്റായിട്ട് ഇടണേ. അലങ്കോലമായിട്ട് കിടന്നാ എനിക്കാണ് നാണക്കേട്. പറയട്ടെ, സാറ് ഒരു വീട്ടിലും പോണ ആളല്ല. നീ ആ പിള്ളേരെ വിളിച്ചത് നീറ്റാക്കിയിട്ട്. ഞാൻ ഏറ്റു, അതൊക്കെ ചെയ്തു വെക്കാം. നിങ്ങളൊന്ന് പോയി വാങ്ങിച്ചോണ്ട് വരുമോ? ഇവിടെ നിന്ന് കറങ്ങണ്ട, പോ. പറഞ്ഞ പോലെ ഓക്കെ, എല്ലാം വാങ്ങിച്ചോണ്ട് വരണേ. ആ പിള്ളേരെ കൂടെ വിളിച്ചോ.
ദൈവമേ എവിടെ നീ എന്തോ ചെയ്യാം. അമ്മേ ആ വരണ കൊണ്ടുവരാം. മുട്ടയും പാലും ഒക്കെ ഇപ്പൊ കൊണ്ടുവരാവേ. പിടി 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 പെട്ടെന്ന് പിടിക്കും. മുട്ട കൊണ്ടുവരാവേ. വന്നായിരുന്നു. വന്ന് അതെ ഒട്ടും സമയമില്ല. പിള്ളേരെ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് നല്ല സുന്ദര കുട്ടികളായിട്ട് നിൽക്കണം. കുളിക്കുന്നതിന് മുന്നേ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കി വെക്കോ. അല്ല ഇന്നെന്ത് വിശേഷം? ഇന്ന് വലിയൊരു വിശേഷമുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ സ്വന്തം ആള് രാംകുമാർ സാർ ഇന്ന് ഈ വീട്ടിലേക്ക് വരണമെന്ന്. രാംകുമാർ സാറോ? എന്തിന്? കുറച്ച് നേരത്തെ അച്ഛനെ വിളിച്ചിട്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉണ്ടാവും മക്കളെ. എന്നിട്ട് അച്ഛൻ എവിടെ? അച്ഛൻ ഇവിടെ സ്പെഷ്യൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കനും മീനൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കണം. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ട് മക്കളെ. എല്ലാം സെറ്റാക്കി വെക്കണേ, ഹെൽപ്പ് ചെയ്യണേ, നല്ല കുട്ടികളായിരിക്കണേ. ഇന്ന് രാവിലെ കൂടെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ സ്പെഷ്യൽ തിന്നണത്. അതെ, സ്വപ്നം കാണണേക്കെ കൊള്ളാം. വരുന്നത് അച്ഛന്റെ സാറാണ്. നീ അദ്ദേഹത്തിന്റെ മുമ്പ് വലിച്ചു വാരി തിന്നും നാണം കിടരുത്. പെരുമാറാനൊന്നും താങ്കൾ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ. എനിക്ക് നിന്റെ സ്വഭാവം അറിയാലോ. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പ് ഇതുപോലെ വലിച്ചു വാരി തിന്ന് അവരെന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ അനിയത്തി എന്താ ഭക്ഷണം കാണാതെ കിടക്കാണോ? അവരങ്ങനെയൊക്കെ ചോദിച്ചു. നിന്റെ അല്ലേ ഫ്രണ്ട്സ്? ഞാൻ ഈ തറയാവേണ്ട സ്ഥലത്ത് മാത്രമേ തറയാവാറുള്ളൂ. നിന്റെ ഫ്രണ്ട്സ് ആകുമ്പോ നിന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആ ഒരു തറയായിട്ടൊക്കെ പെരുമാറിയതാണ്. അല്ലാതെ എന്നെ പെരുമാറാണെന്ന് ഇവിടെ ആരും പഠിപ്പിക്കണ്ട. ഞാനൊന്ന് ഭയങ്കര ഹൈ ലെവലാണ്. മനസ്സിലായി? ലെവല് നീ ഏത് ലെവൽ വരെ പോകുന്ന എനിക്കല്ലേ അറിയാവൂ. സാധാരണ ഇവിടെ ആൾക്കാർ വരുമ്പോഴേ നീയാണല്ലോ നല്ല പിള്ളയൊക്കെ ചമഞ്ഞ് സ്കോർ ചെയ്യാറ്. ചമയണ എന്തിനാ? ഞാൻ നല്ല പിള്ള തന്നെ. പക്ഷെ ഇന്ന് സ്കോർ ചെയ്യാൻ പോകുന്നത് ഈ പിങ്കി ആയിരിക്കും. ഇല്ലെങ്കിൽ നീ കണ്ടോ മോളെ? കാണാം. നീ നോക്കിക്കോ ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. നീ എന്താണ് കാണിക്കാൻ പോണെന്ന് എനിക്കറിയാം. തിന്ന് ഞാൻ നിന്നോളാം. പാപ്പോ മോളെ പിങ്കി, പിങ്കി ഓ മക്കളെ ഇങ്ങി വാ. വാ മോളെ, ഓടി വാ. എന്താ ഇങ്ങി വാ മോളെ, ഇരിക്കേ. ഇതിന്നെ രാംകുമാർ സാറിന് ഈ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുത്തു. സാറിന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. രാംകുമാർ സാർ ഇത് ലൈവ് ലൊക്കേഷൻ അയക്കണോ അതോ കറണ്ട് അയക്കണോ? സാറ് കൃത്യമായിട്ട് ഇങ്ങി വരണം. അതൊക്കെ ഞാൻ പോയാ? പോയി. സാറിന് അവിടെ കിട്ടിയച്ചാ കണ്ട ടിക്ക് വീണിട്ടുണ്ട്. പുള്ളി കണ്ട് ആണല്ലേ? അപ്പൊ സാറ് തെറ്റാതെ ഇങ്ങ് വരും. എന്താ ഒരു ടെൻഷനാ? അത് മോളെ രാംകുമാർ സാർ ആരെന്ന് അറിയാമോ? അച്ഛന്റെ സാറ് ബാങ്കിൽ ജോലിക്ക് വരുന്നതിന് മുമ്പ് പട്ടാളത്തിലായിരുന്നു. മേജർ രാംകുമാർ. എല്ലാവർക്കും പേടിയായിരുന്നു. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര കണിച്ചക്കാരനാണ്. സാറെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, പണിഷ്മെന്റ് കൊടുക്കും. ഒരിക്കൽ സാറിന് ചായ കൊടുത്തപ്പം കുറച്ച് പഞ്ചസാര കൂടിപ്പോയി എന്ന് പറഞ്ഞ് ആ പാചകക്കാരനെ 100 റൗണ്ടാണ് സാർ ഓടിച്ചത്. ആ വലിയ ഗ്രൗണ്ടിന് ചുറ്റും തോക്കൊക്കെ തോളത്ത് വെപ്പിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അച്ഛൻ ഇന്ന് അമ്മ കൊറേ ഓടുവല്ലേ മോളെ? ഇന്നലത്തെ ചായ പോലെ ആണെങ്കിൽ അമ്മ ഓടും. അത് മാത്രമല്ല സാറെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ എല്ലാവർക്കും സാറിന്റെ പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ്. ഒരു മുട്ടുസൂചി താഴെ വീണ സൗണ്ട് കേൾക്കാം, അത്രയ്ക്ക് സൈലൻസ് ആണ് ഓഫീസിൽ. പുള്ളി വരുമ്പോ എല്ലാവർക്കും പേടിയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴും ഇവിടുത്തെ ഒച്ചയും ബഹളവും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണേ മക്കളെ. പിന്നെ ഇവിടെ എല്ലാം നീറ്റായിട്ട് കിടക്കണം. സാറ് വളരെ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ വേറെ കാര്യം പറയട്ടാ,
ഈ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ആക്രാന്തമൊന്നും കാണിക്കില്ല. ടേബിൾ മാനേഴ്സ് ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യണം. എന്തോന്ന് വെച്ചാൽ എനിക്ക് ടേബിൾ മാനേഴ്സ് ഒക്കെ ഉണ്ട്. മോളുടെ കാര്യം എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ സാർ. പിന്നെ അച്ഛാ റിങ്കിയുടെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവക്കാണെങ്കിൽ വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല, അറിയാലോ. ഞാൻ പറഞ്ഞോളാം. പറയണേ. സാറിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. സാർ വരുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? ഞാൻ മാനേജ് ചെയ്യാല്ല, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. നീ ഉണ്ട്, അത് എനിക്കറിയാം. നിന്റെ ഇളക്കമൊക്കെ കുറച്ച് കുറയ്ക്കണം. എന്റെ അടുത്ത് പെരുമാറണമല്ല, അത്ര ഫ്രീ ആയിട്ടൊന്നും പോയി സാറിനൊന്നും ഇല്ല, ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ആരും വരുമ്പോ ഞാൻ അങ്ങനെ കാണിക്കാറില്ലല്ലോ. അച്ഛന്റെ സീനിയർ ഓഫീസർ മാത്രമല്ല, ഒരു പട്ടാള ചിട്ടയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ ഡീസന്റ് ആയിരിക്കും, പക്കാ ഡീസന്റ് ആയിരിക്കും ഞാൻ. ഓക്കെ ശരി. അച്ഛൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. മണി, പിള്ളേരെ, മണി വാ, സാറ് വന്നു. ഞാൻ എന്തിനാണോ ഇങ്ങനെ ഇടന്ന് വിളിച്ചു പോകുന്നത്? അല്ല, സാറ് ആദ്യമായിട്ടാണല്ലോ എന്റെ വീട്ടിൽ വന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ വിളിച്ചു പോയതാണ്. എന്തിനാടോ വെറുതെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത്? ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെയൊക്കെ കുറച്ച് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അയ്യോ, വളരെ സന്തോഷം സാറ്, സന്തോഷം. ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ കോഴിക്കാണോ ഉള്ളത്? അതെ സാർ. സാർ എങ്ങനെ മനസ്സിലായി? ഒരു കോഴിയുടെ തോന്നുന്നതായിട്ട്. അത് അടുത്ത വീട്ടിലെ കോഴിയാണ് സാർ. അടുത്ത വീട്ടിലെ കോഴിയാണെങ്കിൽ ഇവിടെ വാങ്ങിച്ച് കറി വയ്ക്കാമല്ലോ. സാറ് പറഞ്ഞു. ഏടോ, എനിക്ക് എന്റെ ഓഫീസിലെ ജോബ് അല്ലാതെ വേറെ വല്ല ജോബും ഉണ്ടോ? ഇല്ല സാർ. ഉണ്ട്. ഇല്ല എന്തോ ഉണ്ട്. ഇല്ല സാർ. എന്താ? അല്ലെങ്കിൽ പിന്നെ എന്നെക്കാൾ വലിയ വീടൊക്കെ വെച്ച് ഇങ്ങനെ കഴിയാനായിട്ട് സാർ, ഇത് ലോണല്ലേ? ലോണിൽ ചെയ്ത ലോണൊക്കെ എടുത്ത് വീട് വെക്കണോ? വലിയ ബാധ്യതകളാ അതൊക്കെ. പിള്ളേരുടെ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു വീടൊക്കെ വേണമെന്നാണ്. പിള്ളേരുണ്ടായാലും കുഴപ്പമാ കൂടുതല്. അവർക്ക് വേണ്ടിയല്ലേ സാർ നമ്മൾ ജീവിക്കുന്നത്. ആണോ? പറഞ്ഞു പോ. മണി, മണിക്കുട്ടി. നമസ്കാരം സാർ. സാർ ഇരിക്കണം. സാർ ഇരിക്കണം. ഇരിക്കണം സാർ. ഇതാണ് കുട്ടി പണിയല്ലേ? അല്ല സാർ, മണിക്കുട്ടി. മണിക്കുട്ടി. മണിക്കുട്ടി, മണിക്കുട്ടി. ഇത് മക്കള്, ചെറിയ ആള് പിങ്കി, മൂത്താള് റിങ്കി. ഒന്നും പറയണ്ട, എനിക്ക് എല്ലാരെയും പറ്റി വ്യക്തമായിട്ട് അറിയാം. അതെ, നിങ്ങളുടെ ഒരു അമ്മാവനുണ്ടല്ലോ, ഒരു ചട്ടമ്പി. മണിക്കുട്ടനും മണിക്കുട്ടി അല്ലയോ? അതെ, സാറിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അച്ഛൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്തോ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് പറ. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കണിശക്കാരനാണ്. പലിശക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. പലിശക്കാരനല്ല, കണിശക്കാരനാണെന്ന്. അത് ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞാണ്. വെറുതെ ഒന്നുമല്ല, ഇയാള് ചുമ്മാ ഒന്നുമല്ല പറഞ്ഞത്, കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ കോള് വരുമ്പോഴേ അച്ഛന്റെ ഒരു വെപ്രാളം കാണണം. ഫോണിൽ കൂടെ എന്നെ കാണാൻ പറ്റുമോ? അയ്യോ, സാറിനെ കാണാൻ പറ്റുമെന്നല്ല, അച്ഛന്റെ വെപ്രാളം കാണണമെന്ന്. സാർ ഏത് പാതിരാത്രി വിളിച്ചാലും അച്ഛൻ ചാടി എണീറ്റ് പോകും. അത് ഞാൻ പാതിരാക്കി നല്ല കോകമലി ചുറങ്ങെടുത്ത് ഞാൻ വിളിക്കാൻ നിൽക്കുകയാണോ? ചിലപ്പോഴൊക്കെ പറ്റി പോകുമല്ലയോ? അതാ ഭയങ്കര ബഹുമാനമാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു ബഹുമാനം? സാറ് വരുന്നത് വരെ സാറിനെ പറ്റി ഒരു ഹിറ്റ്ലറിന്റെ ചിത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പോഴോ? ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത് അതൊന്നും ഇല്ല. സാറ് പാവമാണ്. സാർ, നമുക്ക് അകത്തോട്ട് പോകായിരുന്നു. പിന്നെ നമ്മളാ സുമലതയെ പറ്റി ഒന്നും പറഞ്ഞിട്ട്. അല്ല, സുമലത ഞങ്ങൾ ഓഫീസിൽ ഒത്ത് വർക്ക് ചെയ്യുന്ന ആളാ. ഇവരെപ്പോഴും തമ്മിൽ എപ്പോഴും സംസാരിക്കും. അല്ല സാർ, ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കും മണി. ഡൗട്ട് ചോദിച്ചു. അപ്പൊ 24 മണിക്കൂർ എന്നെക്കാൾ കൂടുതൽ പരിചയം ആ കുട്ടിയായിട്ടാ. സാറേ, നമുക്ക് അകത്തോട്ട് പോകാം സാർ. അകത്തോട്ട് പോകാം.
വരൂ വരൂ sir. വരണം, വരൂ, വരണം, വരൂ, sir. വരൂ. വരൂ, അത് വരൂ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഇയാളുടെ കാര്യം ഭയങ്കരമാണോ? സാറ് പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെന്താന്ന് വെച്ച ഇയാൾ ഇരിക്കേ. ഞാൻ നിൽക്കാം സാർ. അല്ല ഇരിക്കേ. വേണ്ട ചിന്റെ സാറ് പറഞ്ഞാണോ ഞാൻ ഇരിക്കണം. അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട, ആരെങ്കിലും ഒക്കെ ഇരുന്നാ പോരാ, ഞാൻ ഇരിക്കാം. മണി ആണെങ്കിൽ ഇവിടെ ഞാൻ ഇരുന്നോളാം. കണ്ട മിടിക്കുകയാണ്. ഇയാള് പറഞ്ഞനുസരിച്ചേ ഭയങ്കര ഒതുക്കമുള്ള പ്രകൃതമാണ്, പാവങ്ങളാണ് എൻ്റെ മക്കളെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ എന്തോ വെച്ചാ, ഞാൻ അങ്ങനെ ഒട്ടും ഒതുങ്ങിയ ടൈപ്പ് അല്ല സാർ. ശരീരം കാണുമ്പോ അറിയാം അത്. അത് പിന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഒതുങ്ങി നിന്നാലൊന്നും നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ചേച്ചിയുണ്ട്, ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പ്. അയ്യോ പറയണ്ട ഒതുങ്ങി ഈർക്കില് പോലെ ആയിരിക്കുക. ഇപ്പോഴ് മറ്റേ ഡിഷും ഒക്കെ ഉണ്ടോ? ആ ബോക്സിംഗ് ഒക്കെ ഉണ്ട് അങ്കിളെ. അച്ഛൻ പറയായിരുന്നു. അത് അച്ഛനല്ലേ സാറ്, ഞങ്ങൾക്ക് അങ്കിളല്ലേ. അയ്യോ അതങ്ങനെ പിള്ളേരെ വിളിച്ചോട്ടെ. ബഹുമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ആഫീസിൽ പോരെ, പിള്ളേരെ അങ്കിളൊന്ന് വിളിച്ചോട്ടെ. മണി ഓക്കെ സാറിന് ചായ അയ്യോ ഞാനേ സംസാരിച്ചിട്ട് മറന്നുപോയി. ചായ വേണോ, നാരങ്ങ വെള്ളം, എന്തെങ്കിലും ജ്യൂസ്? ചായ ആവാൻ മണിയെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ വെറും മണിയേ ഉള്ളൂ, അതിന്റെ മുമ്പിലും വാലും വല്ലതും ഒക്കെ ഉണ്ടോ? ഇല്ല, മണിന്ന് വീട്ടിൽ വിളിക്കുന്നതാണ്. മണിക്കുട്ടീന്ന് വീട്ടിലെ പേരാണ്, ശാരദാമണി എന്നാണ് ഒഫീഷ്യൽ നെയിം. ആണോ? ശരിക്കും പറഞ്ഞാലേ അങ്കിളെ, പുലിനാട വീട്ടിൽ ഭാർഗവൻ പിള്ളയുടെ മകൾ ശാരദാമണി എന്നാണ് അറിയപ്പെടുന്നത്. കുടുംബക്കാരി പുലിനട വീട്. അപ്പൊ മണി, ശാരദാമണി ഒരു വിത്തൗട്ട് ചായ എടുത്തു. സാറ് എന്തോ പറയണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ല. കാര്യം പറഞ്ഞില്ല. അതെ, അതിപ്പോ ശാരദാമണിയും കൂടെ വരട്ടെ, രണ്ടുപേർക്കും കൂടെ കേൾക്കത്തക്ക രീതിയിൽ പറയാൻ പറ്റും. മണി ചായ ഒന്ന്. സാർ മണി വന്നു. സാറ് പറയാന്ന് പറഞ്ഞ കാര്യം അത് പറയാന്ന് വെച്ചാല് അത് ഇത്തിരി വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ചായ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ഊണൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് സംസാരിക്കാം. അതല്ലേ ആണോ? ഞങ്ങൾക്ക് ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് കണ്ട കൊള്ളാമെന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി സാർ, എന്നാലേ നമുക്ക് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ചുറ്റിക്കിറങ്ങി കാണാം. മുറ്റത്ത് പോവാണെങ്കിൽ നമുക്ക് ആദ്യം പൂന്തോട്ടത്തിലോട്ട് പോവാം. അവിടുത്തെ ചെടിയൊക്കെ ഞാനാ നട്ടത്. ആണോ? ആ ചെടിയൊക്കെ മോളാണ് നട്ടത്? ഞാനാ. അയ്യോ എല്ലാം വാടി കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. അത് പിന്നെ വാടി കഴിഞ്ഞ് നിക്കണേന്റെ കാര്യം ഇവളാണ് വെള്ളം ഒഴിക്കണം. ആണോ? അല്ലല്ല, ഇവിടെ ഒരു ബംഗാളി പയ്യനുണ്ട്, അവനാ അതൊക്കെ. അവയപ്പ ഇല്ല, അപ്പൊ അതുകൊണ്ട് ചേച്ചി ഒഴിക്കുന്നത്. എന്നാലും ശ്രദ്ധിക്കണ്ടേ, എല്ലാം ഒന്ന് വാടി നിൽക്കുക. വീട്ടിന്റെ കാര്യമല്ലേ കുഞ്ഞുങ്ങളെ, എല്ലാം ശ്രദ്ധ വേണം. അപ്പൊ പിന്നെ അങ്ങോട്ട് പോകാം. അതെ വരും അങ്കിൾ. ഊണിന്റെ അരി റെഡിയാക്കാം. എടുത്ത് വെച്ചതേ, വന്നിട്ട് പൊതിഞ്ഞ് വെച്ചതേ, വീട്ടിൽ പോകാണ്ട്.